Good morning everybody. Today we are going to design a doubly reinforced beam. Okay, we are going to discuss the design procedure first and then we will see a design example. Okay, we know the difference between a singly reinforced and doubly reinforced beam. എന്താണ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൽ ഒരു സൈഡിലായിരിക്കും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് മെയിൻലി ഇൻ ദ ടെൻഷൻ സൈഡ് അല്ലേ. ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുമ്പം ടെൻഷൻ സൈഡിലും കംപ്രഷൻ സൈഡിലും രണ്ടിടത്തും എന്തുണ്ടാവും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആസ് യു ക്യാൻ സീ ഇൻ ദ ഫിഗർ ആ ഒരു സെക്കൻഡ് കാണിക്കുന്ന ബീമിൽ മുകളിൽ കംപ്രഷൻ സൈഡിലും ന്യൂട്രൽ ആക്സിസിന് മുകളിലോട്ട് കംപ്രഷൻ സൈഡിലും സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ടെൻഷൻ സൈഡിലും സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ബീമുകളെയാണ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. ഇനി ഏത് കേസിലാണ് നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ, ദ കേസസ് ഇൻ വിച്ച് വി ആർ പ്രിഫറിങ് ഫോർ ദ ഡിസൈൻ ഓഫ് എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം, വി നോ ദാറ്റ് whenever we got an over reinforced section, അതായത് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ whenever we are seeing an over reinforced section, നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യുന്നത്? അത് റീഡിസൈൻ ചെയ്യും. റീഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ഡെപ്ത്ത് കൂട്ടിയെടുക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രൊസീഡ് ചെയ്യാറ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ കേസിൽ. ബട്ട് ഇൻ സർട്ടൻ കേസസ് ഈ ഡെപ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഇഫക്റ്റീവ് ഡെപ്ത്ത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡെപ്ത് ഓഫ് ദ ബീം ഒരു സർട്ടൻ ലിമിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സീഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ലൈക്ക് ആർക്കിടെക്ചറൽ ആസ്പെക്റ്റിൽ നോക്കിയാലും സ്ട്രക്ചറൽ ആസ്പെക്റ്റിൽ നോക്കിയാലും അത് ഫേവറബിൾ ആയിരിക്കണമെന്നില്ല അല്ലേ. നമുക്കിപ്പോൾ ഒരു 650-750 mm താഴോട്ട് വീണ്ടും ബീമിൻ്റെ ഡെപ്ത്ത് ഒരു 1 മീറ്റർ അബവ് ഒക്കെ ഒരു നോർമൽ ബിൽഡിങ്ങിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എസ്തെറ്റിക് അപ്പിയറൻസിനെ ആണെങ്കിൽ കൂടി അതിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റിൽ തന്നെ അത് ഹിൻഡർ ചെയ്യും. ലൈക്ക് ഇപ്പോൾ നമുക്കത് ഒരു 3 മീറ്റർ ഹൈറ്റുള്ള റൂം അല്ലെങ്കിൽ 4 മീറ്റർ ഹൈറ്റുള്ള റൂമിൽ ഒരു 1 മീറ്റർ ഡെപ്തിൽ ബീം വരുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഓക്വേർഡ് ആയിരിക്കും. ആൻഡ് നമുക്കത് ഇപ്പോൾ ചെറിയ ഹൈറ്റുള്ള റൂമുകളിലാണെങ്കിൽ നമുക്കതിൽ പ്രോപ്പറായിട്ട് ഒരു ക്ലിയർ ഡിസ്റ്റൻസ് കിട്ടില്ല. ആൻഡ് അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ മെയിനായിട്ട് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം, അതായത് ഓവറോൾ ഡെപ്ത്ത് എവിടേക്കാണോ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്, ഇൻ സച്ച് കേസസ് വി ആർ ഗോയിങ് ഫോർ ദ ഡിസൈൻ ഓഫ് എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. Similarly, whenever we are facing an over reinforced section, okay, whenever the moment of resistance is greater than the limiting moment of resistance, അങ്ങനെയുള്ള കേസുകളിലും നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമുകളാണ് പ്രിഫർ ചെയ്യുന്നത്. Then explaining the design procedure, നമുക്ക് പ്രൊസീജിയർ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് is about given details. Then the second സ്റ്റെപ്പിൽ നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫക്റ്റീവ് ഡെപ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ L/D റേഷ്യോ വെച്ചിട്ടാണ്, ദാറ്റ് ഇസ് സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ വിഡ്ത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് 1/3 to 1/2 ഓഫ് ദ ഡെപ്ത്. ഇഫക്റ്റീവ് ഡെപ്തിൻ്റെ ഹാഫ് അല്ലെങ്കിൽ 1/3 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മളെപ്പോഴും ബീമിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കുക. ആൻഡ് ഇൻ നോ കേസ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 200 mm. ബീമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 200 mm മുകളിലൊരു വാല്യൂ വേണം നമ്മളെപ്പോഴും ഓപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഡെപ്തായി വിഡ്ത്തായി അടുത്ത എന്താണ് ഇഫക്റ്റീവ് സ്പാനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് L/D, L+D ഓർ L+ സപ്പോർട്ട് വിഡ്ത്തിൽ മിനിമം വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുക. ആൻഡ് നെക്സ്റ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ആസ് ഓൾവേസ് ടോട്ടൽ ലോഡ് ഇസ് എ സം ഓഫ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. Then multiplying this total load by the factor 1.5 we will get ultimate load. അപ്പോൾ ടോട്ടൽ ലോഡിനെ 1.5 എന്നൊരു ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? അൾട്ടിമേറ്റ് ലോഡ് കിട്ടും. ഓക്കെ, അൾട്ടിമേറ്റ് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ചെയ്തു വരിക? ഇതിന് മുന്നേ ഉള്ള പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ് വന്നിരുന്നത് അല്ലേ. ആദ്യം ബീമിൻ്റെ സെക്ഷൻസ് ഡിഫൈൻ ചെയ്യും, ദാറ്റ് ഈസ് വിഡ്ത്ത്, ഡെപ്ത്ത്, ലെങ്ത്ത്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ അതിൻ്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. ലോഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റിലോട്ടാണ് നേരെ പോകുന്നത്. ഇപ്പോൾ മൊമെൻറ്റ് നമുക്കറിയാം MU ഉണ്ട്, ദാറ്റ് ഇസ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റിംഗ് വാല്യൂ. രണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യും അല്ലേ. ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് ടൈപ്പ് ഓഫ് ബീം സെക്ഷൻ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ MUനെയും MU ലിമിറ്റിനെയും കമ്പയർ ചെയ്യും. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് MU. ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL അവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? WL²/8 അല്ലേ. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ അൾട്ടിമേറ്റ് ലോഡ് ഇൻറ്റു സ്പാനിൻ്റെ L effective²/8 ചെയ്യുക. അതുപോലെ തന്നെ ലിമിറ്റിംഗ് മൊമെൻറ്റും കണ്ടുപിടിക്കുക. ലിമിറ്റിംഗ് മൊമെൻറ്റിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, അതിനെ സിംപ്ലിഫൈ ചെയ്ത് 3 ഗ്രേഡ് ഓഫ് സ്റ്റീലിനുള്ള വാല്യൂസ് നോക്കിയെടുക്കുക. ദെൻ MU ആൻഡ് MU ലിമിറ്റ് കമ്പയർ ചെയ്യുമ്പം ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വിൽ ഗെറ്റ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിരിക്കും നമുക്കവിടെ കിട്ടുക. ഓക്കെ, ദെൻ ഈ ഒരു ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് MU ഗ്രേറ്റർ ദാൻ MU ലിമിറ്റാണ് അല്ലേ.
സോ അതിൽ തന്നെ MU ലിമിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുക. ആൻഡ് ദാറ്റ് എക്സസ് ആയിട്ട് വരുന്ന മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മളവിടെ ഡിസൈൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് MU ലിമിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ ഡിസൈൻ ചെയ്യുക. ഓക്കെ, സപ്പോസ് നമുക്ക് MU ലിമിറ്റ് എന്ന് കിട്ടുന്ന 500 kN MU എന്ന് പറയുന്നത് 750 kN ആണെന്ന് വിചാരിക്കുക. ദെൻ MU ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ MU ലിമിറ്റിനെ ആ ഇത്രയും പാർട്ട് ഓഫ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ AST കണ്ടുപിടിക്കും അല്ലേ. നമുക്ക് സ്റ്റീലിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ രണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റും അല്ലേ. വി ആർ പ്രൊവൈഡിങ് 2 types of reinforcement, കംപ്രസീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്. രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രണ്ടും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ കാൽക്കുലേഷൻ ഓഫ് ASC മീൻസ് ദ ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ. ASC കംപ്രഷൻ സ്റ്റീലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ആ എക്സസ് ആയിട്ട് വരുന്ന മൊമെൻറ്റ് MU ലിമിറ്റ്, ആ എക്സസ് മൊമെൻറ്റ് ഇസ് ഗിവൺ ബൈ FSC ഇൻറ്റു ASC ദെൻ D മൈനസ് D ഡാഷ്. അതിൽ ASC എന്ന് പറയുന്നത് ഇറ്റ്സ് AC റിക്വയർഡ് ആണ്. AC റിക്വയർഡ് ഇസ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ASC എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ അറിയാത്തൊരു ടേം FSC ആണ്. എന്താണ് FSC എന്ന് പറയുന്നത്? നമ്മുടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് മുകളിൽ കൊടുക്കുന്ന കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ സ്ട്രെസ്സിനെയാണ് FSC എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ കംപ്രഷൻ സൈഡിൽ തന്നെ വരുന്ന കവർ ഉണ്ടാവും, ആ കവറിനെയാണ് D ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ D ഡാഷ് എന്താണ്, FSC എന്താണെന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ, D ഡാഷ് ഇസ് ദ കവർ provided at the compression side and FSC is the design stress in compression reinforcement. ഓക്കെ, നമുക്ക് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ സ്ട്രെസ് എത്രയാണെന്നുള്ളത് അറിയാം അല്ലേ. 0.87 FY ആണ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത്. എന്നാൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് FSC ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ASC റിക്വയർഡിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, FSC കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ തരുന്നുണ്ട്. 0.0035 ഇൻറ്റു XU മാക്സ് മൈനസ് D ഡാഷ് ഡിവൈഡഡ് ബൈ XU മാക്സ് ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FSCയുടെ വാല്യൂ കിട്ടും. ഇൻ നോ കേസ് ദിസ് വാല്യൂ ഓഫ് FSC ഷുഡ് എക്സീഡ് ദിസ് 0.87 FY. ഓക്കെ, നമുക്കറിയാം ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ സ്ട്രെസ്സാണ് 0.87 FY എന്ന് പറയുന്നത്. അപ്പോൾ FSCൻ്റെ വാല്യൂ ഒരിക്കലും, അതായത് കംപ്രഷൻ സൈഡിലുള്ള ഡിസൈൻ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഒരിക്കലും ടെൻസൈൽ സൈഡിലുള്ള ഡിസൈൻ സ്ട്രെസ്സിൻ്റെ വാല്യൂവിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. ദെൻ ഫ്രം ദിസ് ASC റിക്വയർഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബാർ ബൈ ചൂസിങ് എൻ സ്യൂട്ടബിൾ ബാർ ഡയമീറ്റർ. ഓക്കെ, ഒരു ബാർ ഡയമീറ്റർ ചൂസ് ചെയ്യുക, നമുക്ക് നമ്പർ ഓഫ് ബാർ കിട്ടും. നമ്പർ ഓഫ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ASC പ്രൊവൈഡർ കണ്ടുപിടിക്കണം. ദെൻ AST, കാൽക്കുലേഷൻ ഓഫ് AST, അതായത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. AST എന്ന് പറയുമ്പോൾ വി ഹാവ് AST1 ആൻഡ് പ്ലസ് AST2 ആൻഡ് അതിന് രണ്ടിന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് രണ്ടിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ AST കിട്ടും. ഓക്കെ, ടോട്ടൽ AST കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക ആൻഡ് AST പ്രൊവൈഡഡ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ AST കിട്ടി, ASC കിട്ടി, ഇനി എന്ത് ചെയ്യുക? ഇതിനെ ചെക്ക് ചെയ്യണം. ഓക്കെ, ASTൻ്റെയും ചെക്കാണുള്ളത്. ആൻഡ് ഫോർ AST വി ഹാവ് ദ ചെക്ക്, മിനിമം ചെക്കും മാക്സിമം ചെക്കിൻ്റെ ഇക്വേഷൻസ് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഓൺ ദോസ് ഇക്വേഷൻസ് ആൻഡ് വി ഷുഡ് ഗെറ്റ് ലൈക്ക് ദിസ്. AST മിനിമത്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം AST പ്രൊവൈഡഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ AST മാക്സിമം. ആൻഡ് സിമിലർലി ഇൻ ദ കേസ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ എത്രയായിരിക്കണം വാല്യൂ? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.04 PD. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ മാക്സിമം വാല്യൂവിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷെയറിൻ്റെ ഡിസൈനും ഡിഫ്ലക്ഷൻ്റെ ചെക്കും ആൻഡ് ഡീറ്റെയിലിംഗ്. ദിസ് ഓൾറെഡി നമ്മൾ മുന്നത്തെ സ്റ്റെപ്പുകളെല്ലാം ചെയ്തു വന്നിരിക്കുന്നതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് concrete beam of rectangular cross section using the following data. Given the effective span is 8 meter and the working live load is 30 kilonewton per meter, the overall depth is restricted to 650 mm. We have to use MT grade concrete and FE 415 grade steel. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ആൻഡ് ഗിവൺ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടെ എഴുതാം. എഫക്റ്റീവ്, ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. ലൈവ് ലോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വർക്കിംഗ് ലൈവ് ലോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഡിസൈൻ ലൈവ് ലോഡല്ല, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലൈവ് ലോഡല്ല തന്നിരിക്കുന്നത്, വർക്കിംഗ് ലൈവ് ലോഡാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ 30 kilonewton per meter ആണ്. ദെൻ ഓവറോൾ ഡെപ്ത്ത്,
ഓവറോൾ ഡെപ്തിൻ്റെ വാല്യൂ 650 mm ആണ് തന്നിരിക്കുന്നത്. ദെൻ FCK FY. ഓക്കെ, FCKയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 Nm/mm², FY 415 Nm/mm² ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓവറോൾ ഡെപ്ത് തന്നിട്ടുണ്ട്. സോ ഇഫക്റ്റീവ് കവർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇഫക്റ്റീവ് ഡെപ്ത് ആസ് 650 - 50 = 600 mm. Similarly, we can calculate the width. Okay, width എന്ന് പറയുന്നത് 1/3 to 1/2 of the depth. Then we will get the value 200 to 300 mm, and the value of depth should be greater than 200. So let's adopt a width as 300 mm. The next is the calculation of effective span. It's already given in the question as 8000 mm. Then next step എന്ന് പറയുന്നത് ലോഡ് കണ്ടുപിടിക്കുക. ലൈവ് ലോഡ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 kN/m. ദെൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡെഡ് ലോഡാണ്. ഡെഡ് ലോഡ് മീൻസ് ദ സെൽഫ് വെയ്റ്റ്. സെൽഫ് വെയ്റ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ, ദാറ്റ് ഇസ് റോ BD. വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 4.875 kN/m. അത് കഴിഞ്ഞ് നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടും 30 + 4.875, which will give you the value 34.875. And the ultimate load എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ലോഡ് ഇൻറ്റു 1.5, we will get the value as 52.31 kN/m. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് ലോഡ് കിട്ടി. അടുത്തെന്താണ്? മൊമെൻറ്റും ലിമിറ്റിംഗ് മൊമെൻറ്റും കണ്ടുപിടിക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് MU ആസ് ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് അല്ലേ. അപ്പം ദ ഡെപ്ത് ഓഫ് ദ ബീം ഈസ് റെസ്ട്രിക്റ്റഡ് അല്ലേ. ഓവറോൾ ഡെപ്ത് അവർ 650 mm എന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡെപ്തിനെ തന്നെ ഇത് ഓവർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് കൂട്ടാൻ പറ്റത്തില്ല. നമ്മൾ 650ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് ചെയ്ത് വന്നപ്പോഴാണ് ഇത് ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെന്ന് മനസ്സിലായത്. സോ വി കാനോട്ട് ഫർദർ ഇൻക്രീസ് ദ ഡെപ്ത്. സോ we have to go for the design of a doubly reinforced beam. Then step 7 ASCയും ASTയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ASC എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ. ASC കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു FSC വേണം. FSC ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾസോ റിസൺ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് 2 × 10⁵ Nm/mm². അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ we will get the value of FSC as 578.472 Nm/mm². ഇനി നമുക്കറിയാം കണ്ടീഷൻ FSC ഷുഡ് നോട്ട് എക്സീഡ് 0.87 FY. അപ്പോൾ നമുക്ക് 0.87 FYയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 361.05 Nm/mm² അല്ലേ. 0.87 FYയുടെ വാല്യൂ കിട്ടി. FSCയുടെ വാല്യൂ നമുക്ക് കയ്യിലുണ്ട്. ഏതാണ് വലുത്? FSC തന്നെയാണ് വലുത് അല്ലേ. അപ്പോൾ FSC വലുതാവുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 0.87 FYനേക്കാൾ കൂടുതൽ വലിയ വാല്യൂ FSCക്ക് വരാൻ പാടില്ല. സോ വി ഹാവ് ടു അഡോപ്റ്റ് ദ FSC ആസ് 0.87 FY, ദാറ്റ് ഈസ് 361.05 Nm/mm². അത് ഇട്ട് കൊടുത്താൽ നമുക്ക് FSC കിട്ടിക്കഴിഞ്ഞ് ASC റിക്വയർഡ് കണ്ടുപിടിക്കുക. ദെൻ അഗെയിൻ adopting a suitable bar diameter, say 20 mm, we can find out the number of bar as 2. Then AST provided ചെയ്യുക, and we know that ASC provided should be greater than ASC required അല്ലേ. അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. That is, we have to provide 2 number of 20 mm diameter bar as compression reinforcement. Then next is the calculation of tension reinforcement. Tension reinforcement AST calculate ചെയ്യണം. AST is the sum of AST1 plus AST2. AST1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഏരിയ ഓഫ് ദ സ്റ്റീൽ ദാറ്റ് ഇസ് റിക്വയർഡ് ടു റെസിസ്റ്റ് MU ലിമിറ്റ്. MU ലിമിറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യാറുള്ള AST എന്ന് തന്നെയാണ്. AST2 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു MU - MU ലിമിറ്റ്, ദാറ്റ് എക്സസ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ട ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് AST2. അപ്പം രണ്ടിനും ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻസിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് we will get the total AST as 2329.308 mm². Then adopt a suitable bar diameter, say 25 mm. എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് ബാർ കാൽക്കുലേറ്റ് ചെയ്തു. വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 5. ദെൻ AST പ്രൊവൈഡഡ് കണ്ടുപിടിക്കുക. ആൻഡ് AST പ്രൊവൈഡഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ AST റിക്വയർഡ് അല്ലേ. AST പ്രൊവൈഡഡ് എന്ന് പറഞ്ഞപ്പോഴും AST റിക്വയർഡിനേക്കാൾ ഗ്രേറ്റർ ആണോ നോക്കുക. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഓക്കെ. So we can provide 2 number of 20 mm bars as compression reinforcement and 5 number of 25 mm diameter bars as tension reinforcement അല്ലേ. രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് കംപ്രഷൻ സൈഡിൽ കൊടുക്കേണ്ടത്? 2 നമ്പർ 20 mm ബാറ്, ടെൻഷൻ സൈഡിലാണെങ്കിൽ 25ൻ്റെ 5 ബാർ. ദെൻ നമ്മൾ ഇതിൻ്റെ ഏരിയ കൂടി ചെക്ക് ചെയ്യണം. ദാറ്റ് ഇസ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ആണെങ്കിൽ മിനിമം ആൻഡ് മാക്സിമത്തിന് ഇൻ ബിറ്റ്വീൻ ആണോ AST പ്രൊവൈഡഡ് എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ദ ASC പ്രൊവൈഡഡ് ഈസ് ലെസ് ദാൻ ASC മാക്സിമം.
ASC maximum we got at 7,800 mm square, and we found out that ASC provided is less than AST maximum, hence our design is okay. And എല്ലായിടത്തും ക്ലോസ് മെൻഷൻ ചെയ്ത് പോകണം. ഓക്കെ. ദെൻ ഷിയറിൻ്റെ ഡിസൈനാണ്. ഷിയറിൽ നമുക്ക് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 209.24 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് ഡിസൈൻ ഷിയർ ആയിട്ട് വരുന്നത്. ദെൻ ടോ വി is 1.162, tau C as 0.692 Newton per mm square. Tau C max is equal to 2.8 Newton per mm square. We get tau V greater than tau C, which is less than tau C max. Hence, we have to go for the design of a shear. Okay, അവിടെ നമുക്ക് ഷിയർ VUS കണ്ടുപിടിക്കാം. VUS we got the value as 84,690 Newton കിട്ടും അല്ലേ. നമുക്ക് അസ്യൂം ചെയ്യാം we are providing 2-legged 8 mm diameter bars as the vertical stirrup. Then VUS നമുക്ക് വാല്യൂ അറിയാം. ഇനി സ്പേസിങ്ങിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സ്പേസിങ്ങിൻ്റെ വാല്യൂ ഇതിൽ ഈക്വേഷനിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം സ്പേസിങ്ങിൻ്റെ വാല്യൂ വിൽ ഗെറ്റ് ആസ് 257.14 mm. ഇനി നമുക്ക് അതിൻ്റെ സ്പേസിങ് ചെക്ക് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി മിനിമം ഓഫ് ഇതിലേതെങ്കിലും വാല്യൂൻ്റെ ദാറ്റ് 0.75D 300 ആൻഡ് ദ കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ മിനിമം വാല്യൂ ആണ്, ദാറ്റ് ഇസ് 250 mm. സോ വി ഹാവ് ടു പ്രൊവൈഡ് എ സ്പേസിങ് ഓഫ് 250 mm. ഇനി ഇതുപോലെ തന്നെ ASVയുടെ ചെക്കും കൂടെ ചെയ്യണം. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഇസ് ഹിയർ. ആൻഡ് ASV റിക്വയർഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം 83.090 mm സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് വി ഗോട്ട് ASV പ്രൊവൈഡഡ് ഇസ് ഗ്രേറ്റർ ദാൻ ASV റിക്വയർഡ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് പ്രൊവൈഡ് 2-legged 8 mm diameter vertical stirrup as vertical bars as the at 250 mm സ്പേസിങ്ങിൽ 8 mmൻ്റെ 2-legged vertical bars stirrups ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഹിയർ. ആൻഡ് K1 എന്ന് പറയുന്നത് ഫിഗർ 4 നിന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് അറൗണ്ട് 1. ആൻഡ് K2 എന്ന് പറയുന്നത് ഫിഗർ 5 നിന്ന് എടുക്കുമ്പോൾ ഇറ്റ്സ് അറൗണ്ട് 1.02. So we get the deflection check is satisfied here, hence the design is safe. Next is the determination of development length. Then we get tau BD. By considering the HYST bar, we get the tau BD as 1.98 and the development length for the tensile reinforcement is 1175.29 mm. So the last step is detailing. കിട്ടിയിരിക്കുന്ന ഡിസൈൻ വെച്ച് നമുക്ക് ഡീറ്റെയിലിംഗ് വരയ്ക്കാം. സോ ഹിയർ യു ക്യാൻ സീ ദ ബീമിനെ കാണാം. അതിൻ്റെ ക്രോസ് സെക്ഷനും വരച്ചിട്ടുണ്ട്, ലോജിറ്റ്യൂഡിനൽ സെക്ഷനും വരച്ചിട്ടുണ്ട്. ആൻഡ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഗ്രീൻ കളറിൽ കാണുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കണ്ടുപിടിച്ച 2 number of 20 mm ബാർസും യെല്ലോ കളറിൽ കാണിക്കുന്നത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ദാറ്റ് ഇസ് 5 number of 25 mm ഡയമീറ്റർ ബാറുകളുമാണ്. എഫക്റ്റീവ് സ്പാൻ 8000 mm തന്നിട്ടുണ്ട്. ഓവറോൾ ഡെപ്ത് 650 mm ഉണ്ട് അല്ലേ. ബീം സെക്ഷൻസ് എല്ലാം കാണിക്കുക. ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റും വെർട്ടിക്കൽ സ്റ്റിറപ്പും കാണിച്ചു കഴിഞ്ഞാൽ അവർ ഡിസൈൻ ഇസ് കംപ്ലീറ്റ് ആൻഡ് ദ ഡീറ്റെയിലിംഗ് ഈസ് ഓൾസോ കംപ്ലീറ്റ്. താങ്ക് യു.